ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാജിക് 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 വെറുതെ പറയുന്നതല്ല. നിങ്ങളെല്ലാവരും ഇംഗ്ലീഷ് പഠിക്കാൻ നന്നായിട്ട് ആഗ്രഹിക്കുന്നവരാണ്. പ്രത്യേകിച്ച് സംസാരിച്ച് പഠിക്കാൻ നിങ്ങളിങ്ങനെ കൊതിക്കുകയാണ്. മറ്റുള്ളവരൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലിങ്ങനെ ആഗ്രഹങ്ങൾ ഇങ്ങനെ തുളുമ്പാണ്. എനിക്ക് ഇതുപോലെയൊക്കെ സംസാരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുകയാണ്. എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ ഇംഗ്ലീഷ് പഠിക്കാനുള്ള, ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള, സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാനുള്ള ഇതിലൊരു മന്ത്രമാണ് നമ്മൾ പറയാൻ പോകുന്നത്, എസ്പെൽ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സമയം കളയാതെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. യെസ്, അപ്പൊ നമ്മൾ പറഞ്ഞു ഇംഗ്ലീഷ് പഠിക്കാനുള്ള, സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാനുള്ള മന്ത്രം എസ്പെൽ. എന്താണ് ഈ മന്ത്രം എന്നല്ലേ? സത്യത്തില് മന്ത്രം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, എന്തോ കുറച്ച് വേർഡ്സ് അല്ലെങ്കിൽ സൂക്തങ്ങൾ നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി പോവാണെന്നാണ്. ഇതൊന്നുമല്ല. ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ റെഡിയാണ്, അത് തന്നെയാണ് മന്ത്രം എന്ന് പറയുന്നത്. 5 കാര്യങ്ങളാണ്, 5 മന്ത്രങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഈ 5 മന്ത്രങ്ങൾ നിങ്ങൾ കാണാതെ പഠിക്കേണ്ട, നിങ്ങളത് പ്രാക്ടീസ് ചെയ്താൽ മതി. എന്നാൽ തന്നെ നിങ്ങൾ ഈസി ആയിട്ട് ഇംഗ്ലീഷ് പഠിച്ചിരിക്കും എന്നുള്ളത് എൻ്റെ ഒരു വാക്കാണ്. ഓക്കെ, ഇതിൽ ഒന്നാമത്തെ മന്ത്രം എന്ന് പറയുന്നത് ഇതാണ്, ഷാഡോ ടോക്ക്. ഷാഡോ ടോക്ക്. അപ്പൊ നിങ്ങൾ വിചാരിക്കും, ഷാഡോ എന്ന് പറഞ്ഞാൽ നിഴൽ, ടോക്ക് എന്ന് പറഞ്ഞാൽ സംസാരം, നിഴലിനോട് സംസാരിക്കുക. യെസ്, നിഴലിനോട് സംസാരിക്കുക എന്നുള്ളതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഷാഡോ ടോക്ക് എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രസകരമായ ഒരു കാര്യമാണ്. അതായത് നിങ്ങൾ ഇംഗ്ലീഷ് മൂവീസ്, ഇംഗ്ലീഷ് ഡോക്യുമെൻ്ററീസ്, ഇംഗ്ലീഷ് പിന്നെ ഷോർട്ട് ഫിലിംസ്, അതുപോലെ തന്നെ സീരീസ് ഒക്കെ നിങ്ങൾ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാര്യം എന്താണെന്നറിയാം, അത് കാണുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് അതിലുള്ള ഡയലോഗ്സ് ഇമിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി നിങ്ങൾ ഇംഗ്ലീഷ് മൂവീസും സീരീസും ഒന്നും കാണാത്ത ആളുകളാണെങ്കിൽ ഇന്ന് മുതൽ മന്ത്രം ഒന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എന്തെങ്കിലും ഡോക്യുമെന്ററീസോ അതുപോലെ ഡിസ്കവറി ചാനൽ എന്തെങ്കിലും പ്രോഗ്രാം ഒക്കെ നിങ്ങൾ കാണുക. അപ്പോൾ അത് കണ്ടിട്ട് അതിലുള്ള ഡയലോഗ്സ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, അത് കേൾക്കുന്ന സമയത്ത് അതുപോലെ ഇമിറ്റേറ്റ് ചെയ്യുക. ഐ എം സോ ഹാപ്പി, ഐ എം സാഡ്, വൈ ആർ യു സ്റ്റാൻഡിങ് ഹിയർ, ഇങ്ങനെ പറയുന്നതൊക്കെ കേട്ടിട്ട് നമ്മളും അതുപോലെ പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. റിപ്പീറ്റ് ചെയ്ത് സെയിം കാര്യങ്ങൾ തന്നെ കേൾക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കത് പഠിക്കുന്നുള്ളതാണ്. സോ ഈ സിനിമയിലും ഡോക്യുമെന്ററീസിലും അതുപോലെ തന്നെ സീരീസിലും ഷോർട്ട് ഫിലിംസിലൊക്കെ ഇംഗ്ലീഷിലുള്ളത് നമ്മൾ കാണുമ്പോൾ അതിൻ്റെ അടിയിലൂടെ ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ എഴുതി പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നമുക്ക് ആ പറയുന്നത് ആദ്യം മനസ്സിലായില്ലെങ്കിലും വായിച്ചു നോക്കുമ്പോൾ ഇന്നതാണ് പറഞ്ഞത് നമുക്ക് മനസ്സിലാവില്ലേ. അങ്ങനെ മറ്റൊരു കാര്യം കൂടെ നമുക്കതിൽ പഠിക്കാൻ പറ്റും, പ്രൊനൗൺസിയേഷൻ പഠിക്കാൻ പറ്റും. യെസ്, ചെറിയ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്നത് അങ്ങനെയല്ലേ, ഐ ആം എ സ്റ്റുഡൻറ്, ഐ ആം എ സ്റ്റുഡൻറ്, ഐ ആം എ പോലീസ്മാൻ, ഐ എം എ നേഴ്സ്, ഇങ്ങനെ പഠിപ്പിക്കും. കുട്ടികളത് കേട്ട് ഇങ്ങനെ പാടി പറയുന്നത് പോലെ പഠിക്കുകയല്ലേ. നമ്മൾ ഇച്ചിരി കൂടി സ്റ്റാൻഡേർഡ് ആയ രീതിയിൽ അത് തന്നെ ചെയ്യുന്നു എന്നുള്ളതാണ് ഷാഡോ ടോക്ക് എന്ന് പറയുന്നത്. ഒന്നാമത്തെ മന്ത്രം അതാണ്. ഓക്കെ, അപ്പൊ ഇനി നമ്മുടെ രണ്ടാമത്തെ മന്ത്രത്തിലേക്ക് പോകാം. രണ്ടാമത്തെ മന്ത്രം എന്ന് പറയുന്നത് ഇതാണ്, തോട്ട് ട്രാൻസ്ലേഷൻ. തോട്ട് ട്രാൻസ്ലേഷൻ വളരെ ഫണ്ണി ആയിട്ടുള്ള, രസകരമായിട്ടുള്ള ഒരു മന്ത്രമാണ് ഈ തോട്ട് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ചിന്തകളെ നമ്മൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക. സാധാരണ നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ്, മലയാളത്തിലുള്ള ഒരു വാചകം ആദ്യം മലയാളം ക്രമപ്പെടുത്തിയിട്ട് അതിനെ ഇംഗ്ലീഷ് നമുക്ക് അങ്ങനെ മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രമിക്കും, ഓർഡർ ആക്കി നോക്കും. പക്ഷെ അങ്ങനെയല്ല, ഇന്ന് മുതൽ നിങ്ങളുടെ ചിന്തകൾ തന്നെ നമ്മൾ എന്ത് ചെയ്യാം, രസകരമായ രീതിയിൽ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അതെങ്ങനെയാന്നുള്ളത് കൺഫ്യൂഷൻ ഉണ്ടാവും നിങ്ങൾക്ക്. എന്നാൽ ഇങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നത്, ചിന്തിക്കുന്നത് തന്നെ ഇംഗ്ലീഷിലേക്ക് മാറ്റുന്ന രീതിയിൽ. ഉദാഹരണത്തിന് നമ്മളൊരു കാര്യം, ഞെട്ടിക്കുന്ന ഒരു കാര്യം കണ്ടു, അപ്പൊ നമ്മൾ ദൈവമേ എന്ന് പറയില്ലേ, ആ പറയുന്നത് ഇനി മുതൽ പറയുമ്പോൾ ഓ മൈ ഗോഡ്, എന്ത് സംഭവിച്ചു, വാട്ട് ഹാപ്പൻഡ് ഹിയർ, നമ്മൾ സ്വയം പറയുന്നത് പോലെ, നമ്മൾ സ്വന്തം ഗദ്ഗതം നമ്മൾ പറയില്ലേ, അത് പറയുന്നത് പോലെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ചിന്തകളെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഇംഗ്ലീഷിലേക്ക് മാറ്റാൻ ശ്രമിക്കുക. അപ്പൊ നമുക്ക് വളരെ സങ്കടമായി പോയി ഒരു കാര്യം, അപ്പൊ നമ്മൾ പറയുന്നത് സോ പിറ്റി, ഐ എം സോ സാഡ്, നമ്മൾ ആകെ തളർന്നു പോയി, ഐ എം സോ ടയേർഡ്, ഐ എം സോ എക്സോസ്റ്റഡ്. ഇങ്ങനെ ഐ എം സോ ടയേർഡ് എന്നൊക്കെ എല്ലാവർക്കും പറയാൻ അറിയും, ഐ എം സോ സാഡ് എന്നൊക്കെ എല്ലാവർക്കും പറയാൻ അറിയും. ഇറ്റ് ഈസ് വണ്ടർഫുൾ, വണ്ടർഫുൾ, ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയിട്ട് പഠിക്കുക. ഇത് നമ്മൾ ആദ്യമൊക്കെ നമ്മൾ മലയാളത്തിലാണ് ചിന്തിച്ചിരുന്നെങ്കിൽ ഇനി മുതൽ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിത്യവും നമുക്ക് അറിയാവുന്ന ഇംഗ്ലീഷ് വേർഡ്സ് ഉണ്ട്, യൂസേഴ്സ് ഉണ്ട്, അത് നമ്മൾ ഇംഗ്ലീഷ് തന്നെ പറയാനും സംസാരിക്കാനും ചിന്തിക്കാനും ശ്രമിക്കുക എന്നുള്ളത്. ഏറ്റവും കൂടുതൽ നമ്മൾ ചിന്തിക്കുക എന്നുള്ളതാണ്. ചിന്തിക്കുന്നത് തന്നെ ഐ എം സോ സാഡ്,
ഇറ്റ് ഇസ് സോ പെയിൻഫുൾ എന്നൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കുക. പെയിൻഫുൾ എന്ന് പറഞ്ഞാൽ വേദനാജനകം, ഐ ആം സോ സാഡ് എന്ന് പറഞ്ഞാൽ സങ്കടകരം, ഐ ആം സോ എക്സോസ്റ്റഡ് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ആകെ തളർന്നു പോയി. ഇറ്റ്സ് വണ്ടർഫുൾ, അത്ഭുതം തന്നെയായിരിക്കും, അതിശയകരം തന്നെ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിത്യവും നമ്മൾ പറയുന്നതാണ്, ചിന്തിക്കുന്നതാണ്. അതൊക്കെ എന്ത് ചെയ്യാം, ട്രാൻസ്ലേറ്റ് ഇൻ ടു ഇംഗ്ലീഷ്. ഓക്കെ, ഇനി നമ്മുടെ മൂന്നാമത്തെ മന്ത്രം എന്ന് പറയുന്നത് ഇതാണ്, സ്പീക്ക് ടു ടെക്. സ്പീക്ക് ടു ടെക്. ഇന്നത്തെ കാലത്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ് സ്പീക്ക് ടു ടെക് എന്ന് പറയുന്ന മന്ത്രം. ഈ മന്ത്രം ചെയ്യാൻ നമ്മുടെ കയ്യിൽ ഒരു മൊബൈൽ ഫോണും ഒരു ഇന്റർനെറ്റ് കണക്ഷനും മാത്രം ഉണ്ടായാൽ മതി. എങ്ങനെയാണെന്നല്ലേ, സ്പീക്ക് ടു ടെക്. അതായത് ഇപ്പം നിങ്ങൾ ഓഡിയൻസിനോട് ഞാൻ സംസാരിക്കുകയാണ് അല്ലേ, നിങ്ങളത് കേൾക്കുന്നു എന്ന് വിചാരിക്കുക. നമ്മൾ അതുപോലെ സംസാരിക്കാൻ പറ്റുന്ന മനുഷ്യരല്ലാത്ത ചില ആളുകളുണ്ട്. ഇത് കേൾക്കുമ്പോൾ പല ആളുകൾക്കും ഇത് മനസ്സിലായിട്ടുണ്ടാവും. സംഭവം ഇതാണ്, നമ്മുടെ എല്ലാം ആൻഡ്രോയിഡ് ഫോൺ ആവട്ടെ അല്ലെങ്കിൽ ഐഫോൺ ആവട്ടെ, നമ്മുടെ എല്ലാം കയ്യിൽ ഈ ഗൂഗിൾ അസിസ്റ്റന്റ്, അതുപോലെ തന്നെ ചാറ്റ് GPT, ഇതെല്ലാം ഇന്നത്തെ കാലത്ത് കുട്ടികളും മുതിർന്നവരൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഇപ്പം നമ്മുടെ ജിബിലി ഇമേജ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ ചാറ്റ് GPT യൂസ് ചെയ്യാറുണ്ട്. അപ്പം നമ്മൾ ചാറ്റ് GPTയും ഗൂഗിൾ അസിസ്റ്റൻ്റ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ചെയ്യുക. വിച്ച് ഈസ് ദ മോസ്റ്റ് വിസിറ്റഡ് പ്ലേസ് ഇൻ ഇന്ത്യ എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ചാറ്റ് GPT സെക്കൻഡുകൾക്കുള്ളിൽ അതിൻ്റെ ഉത്തരം തരുന്നു. ഇതിന് പകരം അതിലൊരു വോയിസ് നമുക്ക് റെക്കോർഡ് ചെയ്യാനുള്ള ഒരു ഐക്കൺ കാണാം. അതിൽ പ്രസ് ചെയ്തിട്ട് ഈ ടൈപ്പ് ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ, റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ, അവർ ടൈപ്പ് ചെയ്ത് കാണിച്ചു തരാൻ ഉദ്ദേശിച്ച കാര്യം നമ്മളോട് പറഞ്ഞു തരും. ടൈപ്പ് ചെയ്തിട്ടും കാണിച്ചു തരും, അതിൻ്റെ കൂടെ വോയിസ് ആയിട്ട് നമ്മൾ ഒരാളോട് സംസാരിക്കുന്നത് പോലെ തന്നെ നമുക്ക് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാനും പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് ചെയ്ത് നോക്കൂ, വളരെ യൂസ്ഫുൾ ആണ്. നമുക്ക് സംസാരിക്കാൻ ഒരാളില്ലാത്തതുകൊണ്ടാണ് പല ആളുകൾക്കും ഇംഗ്ലീഷ് പഠിക്കാനും ഓർത്തിരിക്കാനും ബുദ്ധിമുട്ട്. നമുക്കിത് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഗൂഗിൾ അസിസ്റ്റന്റ് ഹായ് ഗൂഗിൾ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും പറയുന്ന സമയത്ത് അതിന് ആൻസർ അവർ പറയും, അത് കേൾക്കുക. അപ്പോൾ നമ്മൾ സംസാരിക്കുന്ന പോലെ ഒരു കോൺവെർസേഷൻ പോലെ തന്നെ ഫീൽ ചെയ്യും. അപ്പോൾ സ്പീക്ക് ടു ടെക് എന്ന് പറയുന്നത് വളരെ കിടിലനായിട്ടുള്ള, ഞാനൊക്കെ സ്ഥിരം ചെയ്യുന്ന ഒരു മെത്തേഡ് കൂടിയാണ്. അപ്പോൾ ആ മന്ത്രം നിങ്ങൾ വളരെ നന്നായിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ, വിജയിക്കുമോ നമുക്ക് നോക്കാം. അപ്പോൾ ഇനി അടുത്ത മന്ത്രത്തിലേക്ക് പോവാം. ഓക്കെ, ഇനി നമ്മുടെ നാലാമത്തെ മന്ത്രം എന്ന് പറയുന്നത് ഇതാണ്, സ്പീക്ക് ഇൻ ഫ്രണ്ട് ഓഫ് എ മിറർ. സ്പീക്ക് ഇൻ ഫ്രണ്ട് ഓഫ് എ മിറർ. ഒരു കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്ക് ഭ്രാന്താണ്. എനിക്ക് ഭ്രാന്തായതല്ല. നമുക്ക് കണ്ണാടിയുടെ മുമ്പിൽ നമ്മൾ നിൽക്കുന്നത് എന്തിനാണ്? നമ്മളെ സ്വയം വിലയിരുത്താൻ അല്ലേ? ഇങ്ങനെ കാണിക്കും, മുടി നരച്ചിട്ടുണ്ടോ എന്ന് നോക്കും അല്ലേ, കണ്ണ് എഴുതാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പൗഡർ ഇടാൻ വേണ്ടിയിട്ട്. നമ്മൾ നമ്മുടെ മുഖത്ത്, നമ്മുടെ ശരീരത്തിലുള്ള കാര്യങ്ങൾ കറക്റ്റ് ആണോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുന്നത്. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത്, ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എൻ്റെ മുമ്പിൽ ആരും ഇല്ല. എൻ്റെ മുമ്പിൽ ഒരു മൊബൈൽ ഫോണും ട്രൈപോഡും മാത്രമാണ് ഉള്ളത്, അതായത് ക്യാമറയും ട്രൈപോഡും മാത്രമാണ് ഉണ്ടാവുക. പക്ഷെ എൻ്റെ മുമ്പിൽ ഓഡിയൻസ് ഇരിക്കുന്നുണ്ട് എന്നത് പോലെയാണ് ഞാൻ സംസാരിക്കുന്നത്. മലയാളത്തിലാണ്. ഓക്കെ, അതുപോലെ നിങ്ങൾ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് അതിൽ കറക്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഫിസിക്കൽ അപ്പിയറൻസ്, നിങ്ങളുടെ ഫിസിക്കൽ ബോഡി ലാംഗ്വേജ്, ഇതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റൈല്, നമ്മൾ പറയുന്നത് രസമുണ്ടോ എന്നൊക്കെ നമുക്ക് ഒരു ഓഡിയൻസ് മുമ്പിലുള്ള ഫീല് നമുക്ക് കിട്ടും എന്നുള്ളതാണ്. സ്പീക്ക് ഇൻ ഫ്രണ്ട് ഓഫ് എ മിറർ. കണ്ണാടിയുടെ മുമ്പിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇംഗ്ലീഷിൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ, കോൺവെർസേഷൻസ് ഒക്കെ, സംഭാഷണങ്ങളൊക്കെ സംസാരിച്ചിട്ട് പഠിക്കുക. ചെറിയ ചെറിയ സംഭാഷണങ്ങൾ കണ്ണാടിയുടെ മുമ്പിൽ നിന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനെ പറയുക എന്നുള്ളതാണ് എന്ത്, യെസ്, സ്പീക്ക് ഇൻ ഫ്രണ്ട് ഓഫ് എ മിറർ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ അഞ്ചാമത്തെ അവസാനത്തെ മന്ത്രം എന്ന് പറയുന്നത് ഇതാണ്, ജോയിൻ സ്പോക്കൺ ഇംഗ്ലീഷ് ഗ്രൂപ്പ്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഗ്രൂപ്പിൽ നമ്മൾ ജോയിൻ ചെയ്യുക. പലപ്പോഴും ഞാൻ ഈ അവസാനത്തെ ഈ ഒരു ജോയിൻ ചെയ്യുക എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡ്, ഈ ഒരു മന്ത്രം നമ്മൾ പറയുന്ന സമയത്ത് പല ആളുകൾക്കും കൺഫ്യൂഷനാണ്. അതിനെ പറ്റിയ ഗ്രൂപ്പ് ഏതാണ്, ഏത് ഗ്രൂപ്പിലാണ് ജോയിൻ ചെയ്താൽ നന്നാവുക, അതിലിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക, അത് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കേണ്ടതാണ്. നിങ്ങൾ കംഫർട്ടബിൾ ആയ ഗ്രൂപ്പുകൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതിന് പറ്റിയ ഓഡിയൻസിനെ കണ്ടുപിടിച്ചിട്ട്, അത്തരമുള്ള ഫ്രണ്ട്സിനെ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾക്ക് തന്നെ സംസാരിക്കാൻ 10-15 പേര് അല്ലെങ്കിൽ 20 പേരൊക്കെ അടങ്ങുന്ന ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പിലെ ആശയവിനിമയം, ഇൻട്രാക്ഷൻസ്, കമ്മ്യൂണിക്കേഷൻസ് ഇംഗ്ലീഷിൽ ആക്കിയാൽ വളരെ നന്നാവും. അല്ലെങ്കിൽ പിന്നെ വലിയ ഫേസ്ബുക്കിലും അതുപോലെ തന്നെ ഇൻസ്റ്റയിലൊക്കെ എന്തുണ്ട്, ഇതുപോലെ കമ്മ്യൂണിറ്റീസ് ഉണ്ട്, അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യും. അല്ലെങ്കിൽ പെയ്ഡ് ആയിട്ടുള്ള പല ആപ്സും നമുക്ക് പ്ലേ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ്. ഇതുപോലെ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി, പ്രൊഫഷണൽ ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള സിറ്റുവേഷനൊക്കെ ഉണ്ട്. അപ്പോൾ കയ്യിൽ പൈസയൊക്കെ ഉള്ള ആളുകൾക്ക് ആ രീതിയിൽ ചെയ്യാം, അല്ലാത്ത ആളുകൾക്ക് ഫ്രീ ആയിട്ടുള്ള ഒരുപാട് ഗ്രൂപ്പുകൾ അവൈലബിൾ ആണ്. അത്തരത്തിലുള്ള കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ജോയിൻ ചെയ്താൽ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമുക്കതിൽ അവൈലബിൾ ആണെന്നുള്ളതാണ്.
എന്താണ് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാൻ ഒരാൾ അവിടെ ഉണ്ടാവും, അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും, നമ്മുടെ പേടി മാറി കിട്ടും എന്നുള്ളതാണ്. അതുകൊണ്ട് ജോയിൻ സ്പോക്കൺ ഇംഗ്ലീഷ് ഗ്രൂപ്പ്. ഇതുകൊണ്ടൊന്നും തീർന്നിട്ടില്ല. ഒരുപാട് ഇത്തരത്തിലുള്ള രസകരമായ ട്രിക്സ്, മാജിക്കൽ സ്പെൽസ് നമുക്ക് ഇനിയും പറയാനുണ്ട്. വരും വീഡിയോസിൽ ഞാൻ ഒരുപാട് കണ്ടുവച്ചിട്ടുണ്ട് ഇതുപോലത്തെ ട്രിക്സുകൾ. അപ്പോൾ ഈ വീഡിയോ നീണ്ടു പോകാതിരിക്കാനാണ് ഞാൻ ഇപ്പോൾ ചുരുക്കുന്നത്. മറ്റു യൂസ്ഫുൾ ആയ മാജിക്കൽ സ്പെല്ലുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.